അമ്മേ, അങ്ങനെയാണെങ്കിൽ അമ്മൂലിയെയും വീട്ടുകാരെയും നാളെ നടക്കുന്ന ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചാലോ? അത് വേണ്ട. അവരെ അങ്ങനെ ഫോണിലൂടെ വിളിക്കുന്നത് ശരിയാവില്ലേ. ഞാൻ തന്നെ നേരിട്ട് പോയി അവരെ ക്ഷണിച്ചോളാം. കള്ളച്ചെറുക്ക, എന്റെ നിന്റെ കല്യാണം നടക്കാൻ പോവാ. സീരിയസ്ലി, ഞാൻ നിന്നെ അല്ലല്ലല്ല, നീ എന്നെ. നമ്മുടെ കല്യാണം നടക്കാൻ പോവാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോ എന്നെ ഒരിക്കലും കല്യാണം കഴിക്കുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കല്യാണം നടന്നാൽ തന്നെ അത് രണ്ട് വീട്ടിലും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. നമ്മൾ ഒരുമിച്ച് എപ്പോ ഉണ്ടായാലും കണ്ട ഉടനെ വഴക്കാം. നീ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ അതിന് തർക്കുത്തരം പറയും. എന്റെ നിഴല് കാണുന്നത് പോലും നിനക്ക് ദേഷ്യമായിരുന്നു. നമ്മൾ എപ്പോഴും കീരിയും പാമ്പും പോലെയായിരുന്നു. കാണുന്നവരൊക്കെ പറയുമായിരുന്നു നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ലെന്ന്. ചില സമയത്ത് നിന്റെ ശബ്ദം കേൾക്കുമ്പോ പോലും എനിക്ക് തല പെരുക്കും. പക്ഷെ ഇപ്പോ നീ ഇല്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട്. അതിനേക്കാളും എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു മെന്റലാ. ഇതിനെയാ ടെലിപ്പതി എന്ന് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ ഇതിലും വലിയ എക്സാമ്പിൾ വേണോ? ഹായിട കളച്ചെറുക്ക, എന്തൊരു കോയിൻസിഡൻസ് ആണെന്നറിയോ? ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഞാനും നിന്നെ പറ്റി തന്നെ ആലോചിച്ചിരുന്നത്. അങ്ങനെ നിന്നെ പറ്റി ആലോചിച്ചപ്പോ എനിക്ക് നിന്നെ വിളിക്കാനും തോന്നി. പക്ഷെ നീയോ എന്നെ വിളിച്ചില്ലല്ലോ. ഓഹോ, അത് കൊള്ളാലോ മോനെ. കുറ്റം എന്റെ തലയിൽ വെച്ച് നീ അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? എന്നെക്കാളും നന്നായിട്ട് കൗണ്ടർ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നിന്റെ വീട്ടിൽ നമ്മുടെ കാര്യം പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? ഞാൻ നിന്നെ കാണാൻ നേരിട്ട് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. ഏയ്, 2 ദിവസമായിട്ട് ഒരുമിച്ചായിരുന്നില്ലേ? നീ വീട്ടിലേക്ക് പോയിട്ട് മണിക്കൂറല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും നിനക്ക് എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോ? അമ്മയ്ക്ക് നിങ്ങളുടെ വീട്ടുകാരോട് സംസാരിക്കണം. ഞാൻ അമ്മയും കൂട്ടിയിട്ടാ വരുന്നേ. എന്ത്? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞോ? അതില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ആ, ഉണ്ട്. വലിയ പ്രശ്നമായിട്ടുണ്ട്. എന്തിനെങ്ങനെ ടെൻഷൻ തരുന്നേ? കാര്യം എന്താണെന്ന് പറ. അത് വരുമ്പോ അറിഞ്ഞാ പോരെ. അതുവരേക്കും സർപ്രൈസ്. പ്രോബ്ലം ഉണ്ട്, സർപ്രൈസും ഉണ്ടെന്ന് പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ വേദാന്ത്? സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ കുട്ടി? അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ബൈ. കളച്ചെറുക്ക, ഒരു ക്ലാരിറ്റിയും തരാതെ കോള് കട്ട് ചെയ്തല്ലോ ദൈവമേ. പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു, സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു. ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ ദൈവമേ? അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കോ? ഓ, സന്തോഷായിട്ടിരുന്ന എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിച്ചു കള്ളച്ചെറുക്കൻ. ഗ്യാപ്പില് ഒരു കിസും കൂടി തന്നിട്ട് കട്ട് ചെയ്തത്. ടോട്ടലി കൺഫ്യൂഷൻ ആയല്ലോ. ഇത്രയും നാളും നീയല്ലേ എന്നെ കളിപ്പിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിനക്കിട്ട് പണി തരാൻ പറ്റിയ നല്ലൊരു ചാൻസാ ഇത്. അത് ഞാൻ പാഴാക്കി കളയില്ല. ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോ നിന്റെ സന്തോഷം എനിക്ക് കാണണം.
കല്യാണം നടക്കുന്നത് വരെ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇവരുടെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സും ഞാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ആപത്തായിരിക്കും. അവരുടെ വീട്ടിലേക്ക് വേദാന്തിന്റെ അമ്മയായിട്ട് വേണം ചെല്ലാൻ. സുഹാസിനിയായിട്ട് ഒരിക്കലും പോകരുത്. ഇപ്പോ നമുക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മുടെ പ്ലാനൊക്കെ പതുക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ചേച്ചി. ഇതൊക്കെ നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നീട് പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ഇതൊക്കെ പറയുന്നത്. ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ ആഹാരം കൊടുക്കണം. കൈ കഴുകിയിട്ട് വേണം വിഷം കൊടുക്കാൻ. എന്തായാലും നമ്മൾ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. എല്ലാത്തിനും സമ്മതമാണെന്നുള്ള മട്ടി സന്തോഷിച്ച് നിൽക്കണം. അല്ലാതെ എപ്പോഴും അവരോട് കാണിക്കുന്ന പോലെ വെറുപ്പൊന്നും കാണിക്കരുത്. എന്നാലും ഇതൊക്കെ ബർത്ത്ഡേക്ക് അനൗൺസ് ചെയ്യുമെന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക്? എന്റെ പ്രഭാകര, നീ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് നടപ്പിലാക്കുന്നവളാ ഞാൻ. നീ എന്നോടൊരു നാടകം കളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തതെന്താ? അതിനുള്ള അടുത്ത സ്റ്റെപ്പും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ അവരുടെ മുന്നിലേക്ക് പോയത്. ഇപ്പോ വേദാന്തിന്റെ അമൂല്യയുടെയും കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും ഞാൻ വില്ലത്തിയാവും. പക്ഷെ അത് പ്രമീള തന്നെ റിജക്ട് ചെയ്താലോ? ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷേ അത്യാഗ്രഹം പാടില്ല ചേച്ചി. വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മി അവര് പുറംകാല് കൊണ്ട് തട്ടിക്കളയുമെന്ന് ഒരിക്കലും കരുതണ്ട. അല്ലെങ്കിൽ തന്നെ അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. അതുകൊണ്ട് അവർ ഈ ചാൻസ് വിട്ടുകളയുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ഏത് ആംഗിളിൽ നിന്നാ ചിന്തിച്ചെന്ന് മാത്രം എന്നോടൊന്ന് പറ. വെറുതെ മനുഷ്യരായിട്ട് കൺഫ്യൂഷൻ ആക്കാണ്ട്. എന്റെ പ്രഭാകര, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചുകൂപ്പി നടന്നാലേ അതിന് ഒരു രസം ഉണ്ടാവില്ല. പോകെ പോകെ എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാവും. ഓ, ഈ അമ്മ ഇതെങ്ങോട്ട് പോയി? എന്തിനാ ബഹളം വെക്കുന്നേ? അമ്മേ, വേദാന്ത് സുഹാസിനി ആന്റി ഇങ്ങോട്ട് വരാൻ വേണ്ടി റെഡി ആവുകയാണെന്ന് പറയുന്നു. എന്താ സുഹാസിനി ഇങ്ങോട്ടേക്ക് വരുന്നെന്നോ? നിനക്കിത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? നോക്ക്, വീട് മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുന്ന നീ കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതെ അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേന്നേ. എന്താ പ്രമി, നിങ്ങൾ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അങ്ങനെയാരാ എന്നോട് പറഞ്ഞത്? മുതിർന്നവരും മൊബൈൽ നോക്കും. ആദ്യം ഈ മൊബൈലൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേ. ആ സുഹാസിനി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് വീടൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക്. പെട്ടെന്ന് ഇതിനെന്തിനാ എങ്ങനെ ഓടുന്നത്? അവർക്കെല്ലാം അറിയുന്നതല്ലേ. നീ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? വരൂ സുഹാസിനി, വാ ഇവിടെ ഇരിക്കൂ. വാ മോനെ, ഇരുന്നോളൂ. വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, അതുകൊണ്ട് വീടെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക. അത് പിന്നെ ക്യാൻറ്റീനിലെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കുന്നേ. അതാ ഇങ്ങനൊക്കെ. അയ്യോ, എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നമുക്ക് എല്ലായ്പ്പോഴും വീട് വൃത്തിയാക്കിയിടാൻ പറ്റില്ലല്ലോ. നമുക്ക് ചെയ്യാനും വേറെ പണികൾ ഒരുപാടുണ്ടാവില്ലേ? അതുമല്ല, നിങ്ങളെ അറിയിക്കാതെ പെട്ടെന്ന് വന്നതല്ലേ. ഞാൻ വീടല്ല നോക്കുന്നത്, വീട്ടിലുള്ളവരുടെ മനസ്സ് മാത്രമാ. ആ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടാ വന്നത്. അത് പിന്നെ നമ്മൾ ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ സംഭവിച്ചത്. അത് സംസാരിക്കാൻ ഞാൻ നേരിട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ നേരിട്ട് വന്നത് നന്നായി.
വേദാന്ത് ഇപ്പഴാ എന്നോട് കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാന്നും പറഞ്ഞു. നിങ്ങൾക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഓ, ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്നോടൊന്നും പറയാഞ്ഞതല്ലേ? ശരിയല്ലേ? അയ്യോ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ ഞങ്ങൾക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ഞങ്ങള് വെറുതെ സ്ഥലം കാണാൻ കൂടെ പോയതാ. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നമ്മുടെ കുട്ടികള് പരസ്പരം പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതറിഞ്ഞപ്പോ തന്നെ നിങ്ങൾ അതിന് സമ്മതിച്ചു അല്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല. എന്താന്ന് വെച്ചാ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഇത്രയും നല്ലൊരു പയ്യനെ വേറെ എവിടെ കിട്ടാന്? നിങ്ങളുടെ ഈ തീരുമാനം വളരെ നന്നായിന്നേ ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇതില് സമ്മതമാണല്ലേ? തീർച്ചയായിട്ടും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതം. ഞാൻ വിചാരിക്കുന്നത് തന്നെ എപ്പോഴും നടക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരാളല്ല ഞാൻ. മുൻപ് ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതുമല്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. പല കാര്യത്തിലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ല. ഞാനും മാറാന്ന് തന്നെ വിചാരിച്ചു. എന്തുകൊണ്ടാന്നറിയോ? നിങ്ങളുടെ രണ്ടാമത്തെ മകളും എന്റെ മരുമകളാവുകയല്ലേ. നിങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുമ്പോ എന്റെ മകൾക്കാ മാറ്റം ഉണ്ടാകേണ്ടത്. പക്ഷെ നിങ്ങൾ തന്നെ മാറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിന് മറുപടിയായി നിങ്ങളോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മണികണ്ഠ, നിങ്ങൾ ആരും ഇനി ഒന്നും പറയണ്ട. എന്താ വേണ്ടെന്നല്ല എനിക്കറിയാം. നാളെ എന്റെ പിറന്നാളാ. അതുകൊണ്ട് വീട്ടിൽ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഇവരുടെ കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായും നാളത്തെ പാർട്ടിക്ക് വരണം. കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തിട്ട് വരായിരുന്നു. അയ്യോ, അതൊന്നും വേണ്ട. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് കോഫി കുടിച്ചിട്ട് ഇറങ്ങിയത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. നാളെ എല്ലാവരും മറക്കാതെ എത്തിക്കോണം പാർട്ടിക്ക്. നിങ്ങൾ എന്തായാലും നാളെ കുറച്ച് നേരത്തെ എത്തണം. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഒരു മിനിറ്റ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നല്ലേ, കുറച്ച് കുങ്കുമം തരാം. ആഹാ, പ്രമി വന്നു. ഇതെടുത്തോളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. നാളെ എല്ലാവരും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവണം കേട്ടോ. തീർച്ചയായിട്ടും. ശരി. പോയൊരു അച്ഛൻ വരട്ടെ. ശരി മോനെ. വേദാന്തിന്റെ അമൂല്യയുടെയും കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്നോർത്ത് നീ ഒരുപാട് സന്തോഷിക്കേണ്ട പ്രമേയ. നാളെ ഞാൻ വെട്ടുന്ന കുഴിയില് നിങ്ങളെല്ലാവരും കൂടി മൂക്കും കുത്തി വീഴാൻ പോവാ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം.
എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് സംഭവിച്ചതെല്ലാം ഞാൻ ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നാളെ നമ്മൾ വില കളയരുത്. തീരെ പാവപ്പെട്ടവരെ പോലെ നമ്മൾ അവിടെ ചെന്ന് കയറാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ നമ്മൾ നന്നായിട്ട് നിൽക്കണ്ടേ? അവിടെ നമ്മളെ അറിയുന്ന മറ്റാരും ഉണ്ടാവില്ലല്ലോ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ? അതാണോ നമ്മുടെ സംസ്കാരം? നമ്മുടെ അഭിമാനം വിട്ട് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും അല്ല. അവരുടെ അത്രയും കാശുകാരല്ല നമ്മളെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അവിടെ വരുന്നവരുടെ മുന്നിൽ നമ്മൾ കുറഞ്ഞു പോകാൻ പാടില്ല. നമുക്കൊരേ ഒരു ആഗ്രഹമല്ലേ ഉള്ളൂ, നമ്മുടെ കുട്ടികളുടെ ഭാവി നന്നായിട്ടിരിക്കണമെന്ന് മാത്രം. ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ തടയുന്നില്ല. അഞ്ചു അതിഥി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ. അത് ശരിയാ, അവരും കൂടെ വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? നാളെ നമുക്ക് വേറെ ഓട്ടോയിൽ പോവാം. ധ്രുവയുടെ ഓട്ടോയിൽ പോവുകയാണെങ്കിൽ അത് പിന്നെ പ്രശ്നമാവില്ല. ധ്രുവയുടെ ഓട്ടോയിലല്ല, നമ്മൾ ഏത് ഓട്ടോയിൽ പോയാലും അത് നമുക്ക് നാണക്കേട് തന്നെയാ. നിങ്ങൾ നാളേക്കൊരു കാറ് വിളിക്കേ. അവരുടെ അതേ സ്റ്റാറ്റസിന് പറ്റിയ യോഗ്യരെല്ലാം നമ്മളെന്ന് എനിക്കറിയാം. എന്നാലും ഇനി അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോ അവർക്ക് ഏതൊക്കെ രീതി ചിന്തിക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കാതെ പോയാലല്ലേ നമ്മുടെ മക്കൾക്ക് അവിടെ ഒരു വിലയുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരെല്ലാം പല രീതിയിൽ സംസാരിക്കില്ലേ. നമുക്ക് നാളെ കാറിൽ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഞാൻ കാറിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ അത്യാഗ്രഹിയാണെന്നൊന്നും പറയരുത്. നിന്റെ കാരണങ്ങൾ ഇത്ര സ്ട്രോങ് ആവുമ്പോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. കാറ് പോക്കിയാൻ ഇന്ന് തന്നെ കണ്ണനോട് പറയാം. ഇനി അതിന്റെ ഒരു കുറവുണ്ടാകണ്ട. സുമേഷേ, എടോ സുമേഷേ, എല്ലാരും ഇവിടെ എത്തിയില്ലേ? ബോസ് വിചാരിക്കുന്ന ആള് വന്നോ എന്നാണോ? എടോ, തന്റെ തമാശ നിർത്തിക്കോ. ചോദിച്ചതിന് ഉത്തരം പറ. സുഹാസിനി മേഡം, ബോസിന്റെ അനിയൻ, ബോസിന്റെ അനിയത്തി, മുത്തശ്ശി. സുമേഷേ, ബോസ് ചോദിച്ചതിനെ ഞാൻ ഉത്തരം പറഞ്ഞേ, അല്ലാതെ ഞാൻ പറഞ്ഞതിനൊന്നും ഡുവൽ മീനിങ് ഇല്ല ബോസ്. ഞാൻ അവരെ പറ്റിയല്ല ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായി ബോസ്. സുഹാസിനി മേഡത്തിന്റെ ഫ്രണ്ട്സ് കുറച്ചുപേര് ഓൺ ദ വേ ആണെന്ന്, ബാക്കി കുറച്ചുപേര് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ കാര്യമൊന്നും അല്ലടോ. അവരുമല്ല ഇവരുമല്ല, പിന്നെ ബോസ് ചോദിക്കുന്ന ആരുടെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ മേഡം, കറക്റ്റ് സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് മേഡം. ബോസ് എന്നെ വെറുതെ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കുക. ആര് വന്നോന്നാ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടോ സുമേഷേ, വളരെ ഇമ്പോർട്ടന്റ് ആയ ആള് ഇതുവരെ എത്തിയിട്ടില്ലടോ. ചേട്ടൻ അയാളുടെ കാര്യം ഇതുവരെ ചോദിച്ചോണ്ടിരിക്കുന്നെ. അങ്ങനെ അല്ലേ ചേട്ടാ? അങ്ങനെയൊന്നും അല്ല. ഞാൻ അമൂല്യയുടെ കാര്യമൊന്നുമല്ല ചോദിച്ചത്. പക്ഷെ ബോസ്, മേഡം അമൂല്യയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. പ്രണയിച്ചു, പ്രൊപ്പോസ് ചെയ്തു, ഇപ്പൊ കല്യാണത്തിന്റെ പ്രൊപ്പോസൽ വരെ കഴിഞ്ഞു. ഇനിയും ഇതിന് ടെൻഷൻ ആവുന്നേ? അതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. അത് ബോസിന്റെ ഓഫീസ് അഡ്മിനെ. ചേട്ടൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവാനുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ കണ്ടുപിട്ടിയിട്ട് വാട്സാപ്പിലൂടെ പ്രണയിക്കുന്നവരാ. വീഡിയോ കോളിലൂടെ കല്യാണം വരെ കഴിയും. കാലം മാറിയൊന്നും ബോസ് അറിഞ്ഞില്ലേ? ബോസ് ഇപ്പോഴും ദുഷ്യന്തന്റെ ശൗന്ദര്യയുടെയും കാലത്താണോ ജീവിക്കുന്നത്? എന്തായാലും സാരമില്ല. എല്ലാരും പേടിച്ചിരിക്കുന്നത് പോലെ പേടിച്ചിരിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കിയില്ലേ. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം അല്ലെങ്കിലും ആരും പാഴാക്കില്ലല്ലോ അല്ലേ? ബോസ്, നമ്മുടെ ഓഫീസിലെ റൗഡി ബേബി ബോസിന്റെ ജീവിതത്തിലെ ബേബി ആകാൻ പോവുകയാണോ? ഈ സന്തോഷത്തിന്റെ പേരിൽ പാർട്ടി ഒന്നും ഇല്ലേ ബോസ്? ഒരു വർഷത്തെ സാലറി ഒന്നിച്ച് അങ്ങോട്ട് തരാം. താൻ എവിടെ പോയി വേണമെങ്കിലും പാർട്ടി ചെയ്തോ. എന്താ ബോസ് ഇത്? ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് പോലും ബോസിന്റെ ആ ബിസിനസ് മൈൻഡ് മാറ്റുന്നില്ലല്ലോ. അതിനാദ്യം ഞങ്ങളെ എൻഗേജ്മെന്റ് ആവട്ടെ, എന്നിട്ട് പാർട്ടിയെ പറ്റിയൊക്കെ ആലോചിക്കാം. അപ്പൊ എന്റെ ഈശ്വര,
എത്രയും പെട്ടെന്ന് ഒരു പാർട്ടി നടക്കുന്നുള്ള കാര്യം കൺഫേം ആയല്ലോ. ഇവിടെ നിൽക്കണോ? അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. എത്തിയോ? അവര് വന്നോ? Sa